നമസ്കാരം. പശ്ചിമേഷ്യൻ സംഘർഷം നാൾക്കുനാൾ രൂക്ഷമാവുകയാണ്. നിലവിൽ ഇരു രാജ്യങ്ങളും സമാധാനത്തിനായി ഏർപ്പെട്ട കരാർ പരസ്യമായി ലംഘിക്കപ്പെട്ടിരിക്കുന്നു. ഹോർമൂസ് കടലിടുക്കിൽ നിന്നും 3 വാണിജ്യ കപ്പലുകൾക്ക് നേരെ നടന്ന ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാനെതിരെ അമേരിക്ക ശക്തമായ പ്രത്യാക്രമണം നടത്തി. അന്താരാഷ്ട്ര ജലപാതയിൽ വാണിജ്യ കപ്പലുകളെ ലക്ഷ്യമിട്ട് ആക്രമിച്ചതിന് കനത്ത വില നൽകേണ്ടി വരുമെന്ന് ഇറാനെ ബോധ്യപ്പെടുത്തുന്നതിനായിട്ടാണ് തിരിച്ചടികൾ ആരംഭിച്ചത് എന്ന വിശദീകരണമാണ് US സെൻട്രൽ കമാൻഡ് നൽകിയിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് വഴി സഞ്ചരിച്ച 3 വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾക്കുള്ള തികച്ചും നല്ലൊരു മറുപടിയാണ് US നൽകിയതെന്നും, അതായത് യുഎസിന്റെ ആക്രമണങ്ങൾ അങ്ങനെ കാണാൻ സാധിക്കൂ എന്നാണ് അവരുടെ വിശദീകരണം. ഇറാൻ പ്രകടിപ്പിച്ച ആക്രമണ സ്വഭാവം അനാവശ്യവും അപകടകരവുമായിരുന്നുവെന്നും ഇത് വെടിനിർത്തൽ കരാറിന്റെ വ്യക്തമായ അല്ലെങ്കിൽ പരസ്യമായ ലംഘനമാണ് എന്ന കാര്യമാണ് US സെൻട്രൽ കമാൻഡ് പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയത്. 80-ലധികം ലക്ഷ്യങ്ങളിൽ കൃത്യമായി ബോംബാക്രമണം നടത്തിയ ശേഷം ആക്രമണം പൂർത്തിയാക്കിയതായും സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. കടലിടുക്കിന് സമീപമുള്ള ഇറാനിയൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, കമാൻഡ് ആൻഡ് കൺട്രോൾ ശൃംഖലകൾ, തീരദേശ റഡാർ സൈറ്റുകൾ, മിസൈൽ ശേഷി, കൂടാതെ ഇറാനിയൻ സൈന്യത്തിന്റെ 60ഓളം ചെറിയ ബോട്ടുകൾ എന്നിവയെ ലക്ഷ്യമിട്ടെന്നും US സേന വ്യക്തമാക്കുന്നുണ്ട്. കിഷ് ദ്വീപ്, ബന്ദർ അബ്ബാസ്, സിരിക് എന്നിവിടങ്ങളിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നും ഇവിടെയൊന്നും എന്നാൽ ആളപായം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇറാനിയൻ സർക്കാർ മാധ്യമങ്ങൾ ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ആക്രമണങ്ങൾക്ക് മുമ്പ് ഇറാനുമേലുള്ള എണ്ണ ഉപരോധം താൽക്കാലികമായി പിൻവലിച്ചുള്ള ഇളവ് അമേരിക്കൻ ട്രഷറി റദ്ദാക്കിയിരുന്നു. ഉപരോധം പുനഃസ്ഥാപിച്ച നടപടിയും ആക്രമണങ്ങളും കഴിഞ്ഞ മാസം ഒപ്പുവെച്ച അമേരിക്ക ഇറാൻ മെമ്മോറാണ്ടത്തിന്റെ പരസ്യമായ ലംഘനമാണെന്നും അതുകൊണ്ട് തന്നെ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് ഇറാൻ നൽകുന്നുണ്ട്. ഇറാനിൽ നിന്നുമുള്ള എണ്ണ, പെട്രോൾ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയ്ക്ക് അംഗീകാരം നൽകിയ നടപടിയാണ് US പിൻവലിച്ചത്. ലൈസൻസ് കഴിഞ്ഞ മാസം ഒപ്പുവെച്ച ധാരണാപത്രത്തിന്റെ ഭാഗമായിരുന്നു ഇത്. എന്നാൽ ഈ നീക്കം ധാരണാപത്രത്തിന്റെ ലംഘനമാണ് എന്നും US സർക്കാരിന്റെ വിശ്വാസ്യതയില്ലായ്മയെ തെളിയിക്കുന്ന ഒരു നടപടി കൂടിയാണെന്നും ഇറാനിയൻ വിദേശകാര്യ മന്ത്രാലയം പറയുന്നുണ്ട്. തങ്ങളുടെ ദേശീയ താൽപര്യങ്ങളും ദേശീയ സുരക്ഷയും സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും ടെഹ്റാൻ സ്വീകരിക്കണമെന്നും അവർ പറയുന്നു. കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾ നടന്നു വരുന്നതിനിടെയായിരുന്നു പുതിയ സംഭവ വികാസങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഖമേനിയുടെ മൃതദേഹം നിലവിൽ ഇറാഖിലാണ്. ഇറാനിലെ ചടങ്ങുകൾക്ക് ശേഷം ചൊവ്വാഴ്ചയാണ് മൃതദേഹം ഇറാഖിലെ നജാഫ് നഗരത്തിൽ എത്തിച്ചത്. US ആക്രമണങ്ങളെ തുടർന്ന് ചടങ്ങുകൾക്കായി നജാഫിലെത്തിയിരുന്ന ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷക്യാൻ രാജ്യത്തേക്ക് തിരിച്ചിട്ടുണ്ട്.